أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق الله العظيم. സൂറത്തുൽ ഫുർഖാൻ 63. വഇബാദുർ റഹ്മാൻ, എന്നാൽ അള്ളാഹുവിൻ്റെ അർറഹ്മാനിൻ്റെ അടിമകൾ, ദാസന്മാർ, അല്ലദീന യംശൂന, അവർ നടക്കുന്നവരാണ്, അലൽ അർളി, ഭൂമിക്ക് മുകളിൽ, ഹൗന, വിനയാന്വിതരായിട്ട്, സൗമ്യരായിട്ട്, വൈദാ ഖാത്തബഹും, അവരോട് സംസാരിച്ചാൽ, അൽ ജാഹിലൂന, അവിവേകികൾ, ഖാലു, അവർ പറയും, സലാമാ, സലാമെന്ന്. അർറഹ്മാനിനെ സംബന്ധിച്ചാണല്ലോ വർത്തമാനം. നിഷേധികൾ റഹ്മാന് സുജൂദ് ചെയ്യാതെ വെറുത്തകന്നു പോകുകയാണ്. എന്നാൽ അർറഹ്മാൻ എല്ലാ നിലക്കും യോഗ്യനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടിമകൾ, അവനിൽ വിശ്വസിച്ച ആളുകൾ, ഇബാദുർ റഹ്മാൻ, എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടിമത്വം വരിച്ച ആളുകൾ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ എൻ്റെ യജമാനനാണ്, അല്ലാഹുമ്മ അൻത റബ്ബി അന അബ്ദുക, അങ്ങനെ തീരുമാനിച്ചവർ, അതാണ് ഇവിടെ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നതിന് പകരം അർറഹ്മാൻ്റെ അടിമ എന്ന് പറഞ്ഞത്, മുകളിൽ അർറഹ്മാനെ സംബന്ധിച്ചാണല്ലോ ചർച്ച. അവർ ഒമർ റഹ്മാനു, അള്ളാഹുവിന് റഹ്മാന് ഇത്രയും കാരുണ്യം നിങ്ങളോട് കാണിച്ച റബ്ബിന് സുജൂദ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഒമർ റഹ്മാനു, എന്തോന്ന് റഹ്മാൻ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ വിശ്വാസികൾ അങ്ങനെയല്ല. അവർ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകളാണ് ഞങ്ങൾ എന്ന് സ്വയം അംഗീകരിക്കുന്നവരും, അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവരുമാണ്. നടത്തം ഒരു വലിയ കാര്യമാണല്ലോ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും, ഇവിടെ തന്നെ ഇനി മറൂ കിറാമ എന്ന് പറഞ്ഞിട്ടൊന്ന് വരുന്നുണ്ട്, വലാ തംഷിഫിൽ അർളി മറഹ, ഭൂമിയിൽ നിഗളിച്ചുകൊണ്ട് നടക്കരുത്, ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തത്തിൽ മനുഷ്യൻ്റെ ഭാവം പ്രകടമാകും. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അഹങ്കാരിയുടെ ബോഡി ലാംഗ്വേജ്, വിനയാന്യൻ്റെ ബോഡി ലാംഗ്വേജ്, ധീരൻ്റെ ബോഡി ലാംഗ്വേജ്, അതുപോലെ ഭീരുവിൻ്റെ ബോഡി ലാംഗ്വേജ്, സ്വയം നിന്ദ്യനാക്കിയവൻ്റെ ബോഡി ലാംഗ്വേജ്, മാനം കെട്ടവൻ്റെ ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അർറഹ്മാൻ്റെ ആളുകളുടെ ബോഡി ലാംഗ്വേജ് എന്താണ്? അത് ഹൗന് ആയിരിക്കും. എന്താണ് ഈ ഹൗന്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീറൊക്കെ വളരെ നന്നായി ഉപന്യസിക്കുന്നുണ്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ. അഥവാ അത് പറ്റെ താഴ്ന്ന് ഒരു നിന്ദ്യനായ സ്വഭാവത്തിൽ ഒരു അയ്യോ പാവം നടക്കുന്നത് പോലെ നടക്കലല്ല. പിന്നെയോ, എന്നാൽ അഹങ്കാരം തോന്നിപ്പിച്ചുകൊണ്ട് നടക്കലുമല്ല. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ്. മാന്യനായുള്ള നടത്തമാണ്. ആ നടത്തത്തിൻ്റെ പ്രത്യേകത, അത് കാണുന്ന മർദ്ദകന് ഈ നടക്കുന്നവനെ കാണുമ്പോൾ അവന് പേടിയുണ്ടാകും, അവൻ ചൂളിപ്പോകും. എന്നാൽ മർദ്ദിതന് അവന് പ്രതീക്ഷ തോന്നും, എന്നെ രക്ഷിക്കാൻ പറ്റുന്ന, എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന്. ആ ബോഡി ലാംഗ്വേജും ഇബാദുർ റഹ്മാനും തമ്മിലുള്ള ബന്ധം എന്താണ്? അത്യുന്നതനായ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ എന്നാണ് അയാളുടെ മനസ്സിലിരിപ്പ്. അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണ്. അതേസമയം തന്നെ മറ്റാർക്കും ഒതുങ്ങാത്തവനുമാണ്. വേറെ ഒരു ശക്തിയെയും ഭയപ്പെടാത്ത, നാട്ടുകാർ പേടിക്കുന്ന പലതുമുണ്ട്, ആരെയും പേടിക്കാത്ത. മൻ ഖാഫല്ലാഹ വലാ യഖാഫു അഹദൻ മിനന്നാസ് വഖാഫഹുന്നാസ്, ആര് അള്ളാഹുവിനെ ഭയപ്പെട്ടുവോ അവൻ പിന്നെ ഒരൊറ്റ ഒരുത്തനെയും ഭയക്കുകയില്ല,
അവനെ ആളുകൾക്കായിരിക്കും പേടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിഞ്ഞവനായും മറ്റാരുടെ മുമ്പിലും കുനിയാത്തവനായും അങ്ങനെ ഒരേ സമയം തന്നെ അടിമത്തത്തിൻ്റെ വിനയവും അതുപോലെ ഈമാനിൻ്റെ ഇസ്സത്തും പ്രകടിപ്പിക്കുന്ന നടത്തം, അതാണ് നടത്തത്തിൽ യംശൂന അലൽ അർളി എന്ന് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ. അതിലൊരാൾ വളരെ അയ്യോപാവമായിട്ട് ഇങ്ങനെ സാധുവായിട്ട് നടക്കുന്ന ഒരു യുവാവിനെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അവനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ തനിക്ക് വല്ല രോഗവുമുണ്ടോ? മാ ബാലക അന്ത മരീളുൻ, നിനക്കെന്താ സുഖമില്ലേ? ഖാല യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവനെ പിന്നെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് പൊക്കിയിട്ട് നല്ല ശക്തിയിൽ ഉഷാറായിട്ട് നടക്കാൻ വേണ്ടി പറയുകയാണ് ചെയ്തത്. അങ്ങനെ അവനോട് പറഞ്ഞത് എന്തോ അതാണ് ഇവിടെ പറയുന്ന ഹൗന്. അതിൽ ശാന്തതയും ഉണ്ടാകും വഖാറും ഉണ്ടാകുമെന്നാണ് ഇമാം ഇബ്നു കസീർ പറയുന്നത്. അഥവാ ആൾ അന്തസ്സോടുകൂടി നടക്കും, എന്നാൽ അയാൾ ശാന്തനായിരിക്കും. അയാളിൽ ബേജാറ് ബദ്ധപ്പാട് അതൊന്നുമില്ല, അഹങ്കാരത്തിൻ്റെ ലാഞ്ചനയില്ല. ഇതൊക്കെയാണ് നടത്തത്തിൽ. ഇവിടെ പറയുന്ന നടത്തം നടത്തത്തിലെ കാലുകൊണ്ടുള്ള നടത്തത്തിൻ്റെ ബോഡി ലാംഗ്വേജ് മാത്രമാണോ? അല്ല, ജീവിതം മുഴുവനുമാണ്. കാരണം ഇവിടെ ഇത് അല്ലാഹു തആല പറയുന്നത്, അള്ളാഹുവിൻ്റെ ദാസ്യം സ്വീകരിച്ച ആളുകളെ നിങ്ങൾ കാണുന്നുണ്ട്. അവർ നടന്നു പോകുമ്പോൾ തന്നെ അവരുടെ നടത്തത്തിൽ തന്നെ അവരുടെ ആ മഹിമ കാണാൻ കഴിയും. ഇനി അവരുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്, അതും കൂടി അതിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ സാധാരണ അപ്പോൾ കോടതി നല്ല നടപ്പിന് ശിക്ഷിച്ചു ഇങ്ങനെയൊക്കെ പറയലുണ്ടല്ലോ. നല്ല നടപ്പ്, ദുർനടപ്പ്, ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നയാളെ ദുർനടപ്പുകാരി എന്നൊക്കെ പറയലുണ്ട്. അതുപോലെയാണ് ഇവിടെ പറയണ യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ അവർ ജീവിക്കുന്നത് ഹൗനായിട്ടാണ്. അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മയും അള്ളാഹു അല്ലാത്തവരുടെ ഒക്കെ മുമ്പിൽ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് ഉള്ള നിലപാടിലാണ് അവർ ജീവിക്കുന്നത് എന്നർത്ഥം. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അവിവേകികളാണ് ജാഹിലുകൾ, അറിവില്ലാത്തവർ എന്നല്ല, പിന്നെ അതൊരു കുറ്റമല്ലല്ലോ. അവിവേകം പ്രവർത്തിക്കുന്ന ആളുകളെയാണ് പൊതുവിൽ ജാഹിൽ നിൽക്കുക. അബുൽ ഹക്കം എന്നായിരുന്നു അബൂ ജഹലിൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അബൂ ജഹൽ എന്നാക്കുകയാണല്ലോ ചെയ്തത്. ഇങ്ങനെ അവിവേകം പ്രവർത്തിക്കുന്നവരെയാണ് സൂചിപ്പിക്കുന്നത്. ഇവരോട് സംഭാഷണത്തിന് വന്നാൽ, അഥവാ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നതിനെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും ഒക്കെയായിട്ട് വിവരദോഷികളായ ആളുകൾ, നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നാൽക്കാലികളെപ്പോലെയാണ് അവർ, ചിന്തിക്കാത്ത, ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾ. ഇത്തരം ആളുകളെയാണ് ഇവിടെ ജാഹിലു എന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി, ആര് നടത്തുന്നു, മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു, എവിടുന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തിട്ടവും തിരുവാടുമില്ലാതെ ഏതോ ഹാലിൽ നാൽക്കാലികളെപ്പോലെ തിന്നാൻ കണ്ടത് തിന്നും കുടിക്കാൻ കണ്ടത് കുടിച്ചും ഒക്കെ ഇങ്ങനെ ജീവിക്കുക, ദേഹേച്ഛ ഇലാഹാക്കി ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്നൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് ഇവിടെ ജാഹിലുകൾ എന്ന് പറഞ്ഞത്. അവർ തർക്കിക്കാനൊക്കെ വരും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരോട്. ഖാലു സലാമ, അവരോട് സലാം പറയും എന്നാണ്. സലാം പറയുമെന്ന് പറഞ്ഞാൽ വാക്കിൽ സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകലും ഉണ്ടാകും. ആ സലാം പറയുന്നതിൽ ഒരു സമാധാനത്തിൻ്റെ പ്രകടനവും ഉണ്ടാകും. അഥവാ വെറുതെ ആവശ്യമില്ലാത്തതിന് വിഡ്ഢികളോട് തർക്കിക്കാനില്ല. സൂറത്തുൽ ഖസസിൽ അല്ലാഹു ഇത് പറയും, വൈദാ സമിഉൽ ലഗ്വ അറളു അൻഹു വഖാലു ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. അവർ അർത്ഥമില്ലാത്ത വാക്കുകൾ, ലഗ്വ്, പ്രയോജനരഹിതമായ വർത്തമാനങ്ങൾ കേട്ടാൽ അഅ്റളു അൻഹു, അവർ അതിനെ അവഗണിക്കും. വഖാലു, അവർ പറയും, ലന അഅ്മാലുന വലക്കും അഅ്മാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് ഉണ്ടാകും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം.
ലാ നബ്തഗിൽ ജാഹിലീൻ, ഞങ്ങൾ വിഡ്ഢികളെ തെരഞ്ഞു നടക്കുകയല്ല എന്ന് അങ്ങോട്ട് പറയും എന്നാണ് അവിടെ അല്ലാഹു തആല. അപ്പോൾ അവിടെ സലാമുൻ അലൈക്കും എന്നുള്ള വാക്ക് തന്നെയുണ്ട്. ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? തർക്കിക്കാനും വഴക്കിനും ഒന്നും ഇല്ല. സംഗതി നിങ്ങൾ ചെയ്യണതും മനസ്സിലായിരിക്കണം, ഞങ്ങൾ ചെയ്യണതും മനസ്സിലായിരിക്കണം, ഞങ്ങൾക്കും അത് രണ്ടും മനസ്സിലായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്നുള്ള ഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും സലാമുൻ അലൈക്കും. ഇതന്നെയാണ് ഇവിടെ പറഞ്ഞ സലാം. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാം. അവരോട് ഈ ജാഹിലികളോട് ജീവിതം കേവലം ഈ ജീവിതം തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇക്കാലത്തും ഉന്നയിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മതങ്ങൾ മുഴുവനും വ്യാജങ്ങളാണ്, ആരൊക്കെ കെട്ടിയുണ്ടാക്കിയതാണ്. അത് ഫോളോ ചെയ്യുന്നവർ വിഡ്ഢികളാണ്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർ, അതിൻ്റെ പേരിൽ അവറത്ത് മറച്ച് നടക്കുന്നവർ, അതുപോലെ ഉള്ള മദിരാക്ഷികളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, ഇങ്ങനെ അങ്ങ് തുടങ്ങി പലിശ വേണ്ടെന്ന് വെക്കുന്നവർ, ഇവരൊക്കെ ഈ ദുനിയാവിൻ്റെ ദേഹേച്ഛ ഇലാഹാക്കിയ ദുനിയാവ് മാത്രമെന്ന് ചിന്തിക്കുന്ന പരലോക നിഷേധികളായ നാൽക്കാലി സമാനം ഭൂലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ സത്യവിശ്വാസികൾ വിഡ്ഢികളും വിവരദോഷികളുമൊക്കെയാണ് എന്നാണ് അവരുടെ വിചാരം. യഥാർത്ഥത്തിൽ ആരാണ്? അവരാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നിടത്തുണ്ട്, വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസു ഖാലു അനുമിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. മുനാഫിക്കുകളോട് യഥാർത്ഥ വിശ്വാസികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്കും വിശ്വസിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അവർ ചോദിക്കും, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? എന്നിട്ട് അല്ലാഹു പറയാ, അലാ ഇന്നഹും ഹുമുസ്സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. അവരാണ് യഥാർത്ഥ വിഡ്ഢികൾ, പക്ഷെ അവരറിയുന്നില്ല. അതേ സംഗതിയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ജാഹിലുകൾ വിശ്വാസികളെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരെയാണ് വിഡ്ഢികൾ എന്ന് വിളിക്കുക. യഥാർത്ഥത്തിൽ അവരാണ് ജാഹിലുകൾ. അതുകൊണ്ട് തന്നെ അവരോട് തർക്കിക്കാൻ നിൽക്കുക എന്നൊരു പരിപാടിയില്ലല്ലോ. ഈ കഴുതയും കടുവയും തമ്മിൽ കഥയിലുണ്ട്. കഴുതയും കടുവയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. കഴുത പറഞ്ഞു പുല്ലിന് വെള്ള നിറമാണെന്ന്. കടുവ പറഞ്ഞു പച്ച നിറമാണെന്ന്. അങ്ങനെ അവസാനം സിംഹരാജൻ്റെ അടുത്ത് തർക്കമെത്തി, തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. അതിൽ കടുവക്ക് 50 രൂപ ഫൈനിട്ടു സിംഹരാജൻ. എന്താ കാരണം എന്ന് വെച്ചാൽ, പുല്ല് പച്ച നിറം തന്നെയാണ്, അവൻ പറയുന്നത് തന്നെയാണ് ശരി, പക്ഷേ കഴുതയോട് തർക്കിക്കാൻ നിന്നതിന് ആണ് ഫൈനിട്ടത്. ഇത്തരം കഴുതകളോട് തർക്കിക്കൽ അത് കുറ്റകരമായൊരു കാര്യമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഗുണപാഠ കഥയാണത്. ഇത് തന്നെയാണ് ഇവിടെയും പറയണത്. അവിവേകികൾ അവരുടെ മിഥ്യാസങ്കല്പങ്ങളുമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നേരെ വന്നാൽ അവരോട് തർക്കിക്കാൻ നിൽക്കുകയില്ല. സലാം പറഞ്ഞ് പിരിഞ്ഞു പോകും എന്നാണ് അർത്ഥം. അതേ സമയത്ത് പഠിക്കാൻ വന്ന ആളുകളോട് ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഒരാൾ വന്നിട്ട്, ഞാനൊരു വിദേശിയാണ്, നാട്ടുകാരനല്ല, എനിക്കറിയാത്തത് കൊണ്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി കൊണ്ട് ഇറങ്ങി വന്നിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് ഇരുന്നിട്ട് കസേരയിട്ട് ഇരുന്ന് അയാൾക്ക് ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ ഒരു മനുഷ്യന്. കാരണം അയാൾ അറിയാഞ്ഞിട്ട് വന്നതാണ്. അതേ സമയത്ത് അറിഞ്ഞിട്ടും വെറുതെ അവരോട് തർക്കിക്കാനില്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വേറെ വഴിക്ക് പോകും എന്നാണ്. അതാണ് അർ-റഹ്മാൻ്റെ അടിമകളാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുന്നവരുടെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അല്ലാഹു തആല എടുത്തു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യജമാനനായി സ്വീകരിച്ച് അവൻ്റെ അടിമകളായി ജീവിക്കുന്ന അവർക്കുണ്ടാകുന്ന സവിശേഷതകളൊക്കെ ഉള്ള മുഅ്മിനുകളായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا
وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.